കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സഹോദരൻ ബിജെപി വേദിയിൽ. സണ്ണി ജോസഫിന്റെ ഇളയ സഹോദരൻ ഷാജി വിജയാണ് കണ്ണൂരിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത പരിപാടിയിലെത്തിയത്. ബിജെപിയിൽ ചേരുന്നത് ആലോചനയിലുണ്ടെന്ന് ഷാജി വിജയ് പറഞ്ഞു. 2007 കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് 2011 പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ബിജെപി നടന്നതിനെ കുറിച്ച് ചില ആലോചനകൾ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഞാനിവിടെ അദാലത്തിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. സണ്ണി ജോസഫിന്റെ അനുജനം എന്നുള്ള പ്രശ്നമല്ല. ഇപ്പൊ കെ കരുണാകരന്റെ മകളും കെ കെ ആന്റണിയുടെ മകനും ഒക്കെ ബിജെപി ചേർന്നു. അങ്ങനെ രാഷ്ട്രീയം മാറുന്നതിന് കുഴപ്പമില്ല. പിന്നെ മകളെ അനുജനം എന്നുള്ളത് രാഷ്ട്രീയത്തിൽ വിഷയമല്ല. എല്ലാവരും ഇൻഡിവിജ്വൽ വ്യക്തികളാണ്. അത് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല. സന്തോഷ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ, ഷാജി വിജയ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ആരുടെ മകനാണ് ആരുടെ സഹോദരനാണ് എന്ന് നോക്കി വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ്കാർ നാളത്തെ ബിജെപിക്കാർ എന്ന് പറയുന്നതിൽ വലിയൊരു തെറ്റില്ല എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഷാജി. വിനിഷ, ഈ ഷാജി വിജയ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സഹോദരൻ എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിന്റെ മുൻ പ്രാദേശിക നേതാവ് കൂടിയാണ്. KSUവിന്റെ നേതാവും പിന്നീട് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായെല്ലാം പ്രവർത്തിച്ച പഴയ കോൺഗ്രസുകാരൻ തന്നെയാണ്. മാത്രമല്ല കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഇളയ സഹോദരൻ കൂടിയാണ്. ഇളയ സഹോദരനായ ഷാജി വിജയാണ് ഇന്ന് കണ്ണൂർ മമ്പറത്ത് നടന്ന ബിജെപിയുടെ അദാലത്ത് പരിപാടിയിൽ പങ്കെടുത്തത്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അതോടൊപ്പം തന്നെ പ്രധാന നേതാക്കളും എല്ലാം പങ്കെടുത്ത ഈ പരിപാടിയിലാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സഹോദരൻ കൂടി എത്തിയത്. സണ്ണി ജോസഫിന്റെ സഹോദരനോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ ബിജെപിയിൽ ചേരുന്ന കാര്യം ആലോചനയിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം പറയുന്നത് സണ്ണി ജോസഫിന്റെ സഹോദരനാണ് എന്നുള്ളത് കൊണ്ട് ബിജെപിയിൽ ചേരുന്നതിന് പ്രശ്നമില്ല. കെ കരുണാകരന്റെ മകളും അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ മകനുമെല്ലാം ബിജെപിയിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്? അതുകൊണ്ട് വൈകാതെ ബിജെപിയിൽ ചേരും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഷാജി വിജയ് സണ്ണി ജോസഫിന്റെ സഹോദരൻ നൽകുന്നത്. ബിനിഷ്, അത്രയേറെ മനം മടുത്തു പോയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം. കാരണം സഹോദരന്റെ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. മുൻ മാതൃകകളുണ്ടല്ലോ. ആന്റണിയുടെ മകനും കരുണാകരന്റെ മകളും ഒക്കെ ബിജെപിയിലേക്ക് പോയ മുൻ മാതൃകകൾ തനിക്കുണ്ടല്ലോ എന്ന് ഷാജി വിജയ് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അത്രയേറെ പ്രശ്നബാധിതമായിരിക്കും അവിടുത്തെ കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KPCC അധ്യക്ഷന്റെ സഹോദരൻ എന്നുള്ള രീതിയിൽ പോലും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം അതിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായത് കോൺഗ്രസിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ളതല്ല, BJPയിലേക്ക് പോകാൻ യാതൊരു മടിയുമില്ലാത്ത രീതിയിലാണ് കോൺഗ്രസിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ. അതിനെ ഒരു പ്രയാസമായി തെറ്റായി കോൺഗ്രസ് കാണുന്നില്ല. അതിന് മാതൃകയായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മുൻ നേതാക്കന്മാരുടെ മക്കളും ഒക്കെ BJPയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJPയിൽ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുള്ള വിഷയമല്ല. കോൺഗ്രസുകാർക്ക് BJPയിൽ പോകാം എന്നുള്ളതിന്റെ മാതൃകകൾ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ചെന്ന് പെട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇത് തന്നെയാണ്. ഇന്ന് കോൺഗ്രസ് നാളെ BJP എന്നുള്ള രീതിയിലേക്ക് പ്രധാനപ്പെട്ട ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ അങ്ങനെ ഒരു മാർഗം കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കെ കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകനും എല്ലാം പോയത്. അതേ വഴിയിലാണ് സണ്ണി ജോസഫിന്റെ ഇളയ സഹോദരനും നീങ്ങുന്നത്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.